കാവുകളിൽ വിളക്ക് വെക്കുക. പഴമക്കാർ പറഞ്ഞപ്പോൾ പലരും ചോദിച്ചു, വിഷസർപ്പത്തിനാണോ വിളക്ക് വെക്കണേ എന്ന്. എന്നാൽ പുതിയ തലമുറ തയ്യാറായത് അങ്ങനെയല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് സർപ്പത്തിന് മാത്രമല്ല നമ്മൾ വിളക്ക് വെക്കുന്നത്. സർപ്പം അധിവസിക്കുന്ന സർപ്പക്കാവുകളെയാണ് വിളക്ക് തെളിച്ച് നമ്മൾ ആരാധിക്കുന്നത്. ഈ സർപ്പം എന്ന് പറഞ്ഞാല് പ്രകൃതി, നമ്മുടെ ഹിന്ദു സനാതന ധർമ്മത്തില് ജലത്തെയും വൃക്ഷത്തെയും ഭൂമിയെയും സർവചരാചരങ്ങളെയും ഈശ്വരാംശം ഉൾക്കൊള്ളുന്നു എന്ന് കണ്ടു മനസ്സിലാക്കി പഠിപ്പിച്ചു പോരുന്ന സനാതന ധർമ്മത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് തന്നെ. അതാണ് നമ്മുടെ ഏറ്റവും വലിയ, നമ്മുടെ ഹിന്ദു മതത്തിന്റെ അല്ലെ നമ്മുടെ സനാതന ധർമ്മത്തിന്റെ ഏറ്റവും നല്ല ആ ഭാവം തന്നെ അതാണ്. ഈ എന്താ പറയാ, വൃക്ഷപൂജ എന്ന് പറഞ്ഞാൽ അതൊരു ആത്മപൂജയാണ്. ലതാദികളെയും പക്ഷി മൃഗാദികളെയും ആത്മതുല്യം സ്നേഹിക്കുന്ന, ആദരിക്കുന്ന, അതിലൂടെ സർവ്വത്തിലും അങ്ങനെ ചെയ്യുന്നവിടെ സർവ്വത്തിലും നമ്മുടെ ഈശ്വര ചൈതന്യം കുടികൊള്ളുന്നു പറയുന്ന ആ അദ്വൈത വേദ ദർശനത്തിന്റെ അടിസ്ഥാന ജീവകാരുണ്യമാണ് ഈശ്വരോപാസന. അത് തന്നെയാണ് അഹംസാവൃതവും. വൃക്ഷങ്ങൾ കൂട്ടമായിട്ട് എല്ലാ തറവാടുകളുടെയും സമീപത്ത് കൂടി സർപ്പക്കാവുകളെ നമ്മൾ നിരവധി തറവാടുകളിൽ കണ്ടിട്ടുണ്ട്. ആ സർപ്പക്കാവുകളിൽ വിളക്കി വെക്കണമെന്ന് കാരണവന്മാര് മുത്തശ്ശനും മുത്തശ്ശിയും പറയും, മക്കളെ സർപ്പക്കാവുകളിൽ വിളക്ക് വെക്കണം. എന്തിനാണ്? സന്തതി പരമ്പരയ്ക്ക് നല്ലതാണ് സർപ്പക്കാവുകൾ. സമ്പൽ സമൃദ്ധിക്ക് നല്ലതാണ് സർപ്പക്കാവുകൾ. നല്ല തലമുറയുണ്ടാവാൻ നല്ലതാണ് സർപ്പക്കാവുകൾ. സർപ്പക്ഷേത്രങ്ങൾ എന്ന് തന്നെ പറഞ്ഞാൽ അതിക്ഷേമമാണ്. സർപ്പം പ്രസാദിച്ചാൽ സർവം പ്രസാദിക്കും, സർപ്പം ശപിച്ചാൽ സർവം നശിക്കും. ആ പ്രമാണമാണ്. കുറ്റൻ വൃക്ഷങ്ങൾ നിൽക്കുന്ന, അതുപോലെ കുറ്റിച്ചെടികൾ നിൽക്കുന്ന, നിറഞ്ഞ ഔഷധ സസ്യങ്ങളാൽ നിബിഡമായി നിൽക്കുന്ന സർപ്പക്കാവുകൾ അല്ലെങ്കിൽ ദേവതകൾ കുടികൊള്ളുന്നതാണ് സർപ്പക്കാവ് എന്ന് പറയുന്ന സങ്കല്പം തന്നെ. ശുദ്ധമായ ജീവവായു, തൊടിയിൽ ഈർപ്പവും തണലും നൽകി ഗ്രഹാന്തരീക്ഷത്തെ പൂർണ്ണമായി നിൽക്കുന്ന പരിശുദ്ധതയിലേക്ക് കൊണ്ടുവരാൻ ഈ സർപ്പക്കാവുകൾ എന്നും മുന്നിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ലക്ഷങ്ങൾ മുടക്കി ഗവൺമെന്റ് പോലും സർപ്പക്കാവുകളെ പുനരുദ്ധരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. അതെന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായി നിൽക്കുന്ന ഒരു സമ്പൂർണ്ണ പരിസ്ഥിതിയായിരുന്നു നമ്മുടെ ആചാര്യന്മാർ അന്ന് നിരീക്ഷിച്ചതെങ്കിൽ ഇന്ന് ഗവൺമെന്റ് അതിനെ ഗംഭീര ഇക്കോസിസ്റ്റം എന്ന് പറയുന്ന രീതിയിൽ അതിനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാണ് ഇന്ന് സർപ്പക്കാവുകൾ പലതും പണിതുകൊണ്ടിരിക്കുന്നത് തന്നെ. ശരിക്ക് നമ്മൾ ഈ സനാതന ധർമ്മത്തിൽ ജനിച്ചതും ജീവിക്കുന്നതും നമ്മുടെ ഏറ്റവും വലിയ ഒരു ഭാഗ്യം തന്നെയാണ്. കാരണം ആധുനിക ശാസ്ത്രം പറയുന്ന കാർബൺ എന്ന് പറയുന്ന വലിച്ചെടുത്ത് മനുഷ്യന്റെ നിലനിൽപ്പിന് ആവശ്യമായ ഓക്സിജൻ വൻതോതിൽ നൽകാൻ ശക്തമക്തായ വൃക്ഷങ്ങളാൽ നിബിഡമായി നിൽക്കുന്ന കാവുകളാണ് എന്നാണ് പറയുന്നത്. ശരിക്ക് എന്താ പറയാ, ജർമ്മനിയിൽ നിന്നും പ്രസിദ്ധീകരിക്കുന്ന ഈ കോണ്ടംപറ്റി സയൻസ് എന്ന് പറയുന്ന, അധികം നാളായിട്ടില്ല, മിണ്ടാപ്രാണികളോട് എന്നും ഭാരതീയ ആചാര്യന്മാർ കാണിച്ച വാത്സല്യത്തിന്റെ ഭാഗമായിട്ടുള്ള സർപ്പക്കാവുകളിൽ അധിവസിക്കുന്ന സർപ്പദേവതകളെ പറ്റിയുള്ള ഒരു സങ്കല്പമാണ് അതിനകത്ത് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിലെ സർപ്പങ്ങളെ ആരാധിക്കുന്നതും മാസത്തിലോ 2 മാസം കൂടുമ്പോഴോ പ്രധാനമായി നിൽക്കുന്ന സർപ്പക്ഷേത്രങ്ങളിൽ പോകുന്നതും, അതിപ്പോൾ നമ്മൾ തെക്ക് ഭാഗത്തു നിന്ന് എടുത്തു കഴിഞ്ഞാൽ കായംകുളം തിരുവനന്തപുരം ഭാഗത്ത് വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രവും, അല്ലെങ്കിൽ ഹരിപ്പാട് ഭാഗത്ത് വരുമ്പോൾ മണ്ണാറശാല അമ്പലവും, കോട്ടയത്തിന്റെയും ഇടുക്കിയുടെയും ഭാഗത്ത് വരുന്ന പുതുക്കുളം നാഗരാജ ക്ഷേത്രവും, എറണാകുളം ജില്ലയിലെ ആമേട സർപ്പക്ഷേത്രവും, തൃശ്ശൂർക്ക് വരുമ്പോൾ പാമ്പമ്മേക്കാട് സർപ്പക്ഷേത്രവും, താന്ത്രിക ആചാര വിധിയാൽ പാരമ്പര്യമായി നിൽക്കുന്ന സർപ്പങ്ങളുടെ ഏറ്റവും ശക്തിമക്തായി നിൽക്കുന്ന രൂപങ്ങൾ കുടികൊള്ളുന്ന സങ്കേതങ്ങളായി ഇന്ന് ലോകം മുഴുവൻ ആരാധിക്കുന്ന, ആചരിക്കുന്ന സങ്കേതങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്.
ദർശനവും ഉത്തരോത്തര അഭിവൃദ്ധിക്ക് നമുക്കും നമ്മുടെ പരമ്പരയ്ക്കും നന്മയുണ്ടാകും എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് സർപ്പാരാധന എന്ന് പറഞ്ഞാൽ സർവ്വക്ഷരന്മാരെ പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ ഏറ്റവും ശക്തിമത്തായ ഒരു പ്രാർത്ഥന തന്നെയാണ്. അതിൻ്റെ ഗുണം നീണ്ടു നിൽക്കുന്ന പരമ്പരയ്ക്ക് തന്നെയാണ്. അതുകൊണ്ട് ആയില്യം നാളിൽ സർപ്പക്ഷേത്രങ്ങളിൽ പോകുന്നതും ഇടയ്ക്ക് മഹാസർപ്പക്ഷേത്രങ്ങളായി മുൻ പറഞ്ഞ ക്ഷേത്രങ്ങളിൽ പോകുന്നതും ജീവിതത്തിലെ ഒരു മഹാഭാഗ്യമാണ്, ഒരു മഹാസുഹൃതം തന്നെയാണ്, മഹാ ഐശ്വര്യ കാരകത്വം തന്നെയാണ്. അതുകൊണ്ട് സർപ്പം ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ചരിത്രം സൗണ്ട് റെക്കോർഡിംഗ് കൈപ്പകശ്ശേരി ഗോവിന്ദൻ നമ്പൂതിരി. ക്യാമറ ആൻഡ് റിപ്പോർട്ടിംഗ് പുതുക്കുളം നാഗരാജ ക്ഷേത്രത്തിൽ നിന്നും കെ വിജയൻ.